നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബോധമനസ്സാൽ തന്നെ കയ്യിലൊതുക്കുവാനും നിയന്ത്രിക്കാനും കഴിയാത്ത മറ്റേതോ സംവേദനത്തിന്റെ ഭാഷയാണ് കോവിലിന്റെ കൃതികളിലുള്ളതെന്ന് ഡോക്ടർ MV നാരായണൻ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാളം വിഭാഗം സജ്ജമാക്കിയ കോവിലൻ സ്മാരക സെമിനാർ ഹാൾ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പണമായി പഴകിയതും ഉപയോഗശൂന്യവുമായ അവിൽ സമർപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് ദേവസ്വം. ഗുണമേന്മ കുറഞ്ഞതും പഴകിയതുമായ അവിൽ സമർപ്പിക്കുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. സ്കൂളുകളിലെ ബാക്ക് ബെഞ്ചേഴ്സ് രീതി സമാപിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അർദ്ധവൃത്താകൃതിയിലൊരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതി വരുന്നു. എരുമപ്പെട്ടി മങ്ങാട് RCLP സ്കൂളിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പുതിയ രീതി നടപ്പിലാക്കി. വാർത്തകൾ വിശദമായി. ബോധമനസ്സാൽ തന്നെ കയ്യിൽ ഒതുക്കുവാനും നിയന്ത്രിക്കാനും കഴിയാത്ത മറ്റേതോ സംവേദനത്തിന്റെ ഭാഷയാണ് കോവിലിന്റെ കൃതികളിലുള്ളതെന്ന് ഡോക്ടർ MV നാരായണൻ അഭിപ്രായപ്പെട്ടു. തട്ടകത്തിലെ കലാലയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാള വിഭാഗം സജ്ജമാക്കിയ കോവിലൻ സ്മാരക സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിലൻ നമ്മെ ബാധിക്കുന്നത്, അസ്വസ്ഥതപ്പെടുത്തുന്നത്, നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് നാം അറിയാത്ത ഏതൊക്കെയോ വഴികളിൽ കൂടിയാണ്. നോവലിന്റെ ചരിത്രത്തിലെ സവിശേഷമായ ശൈലീ വിന്യാസത്തെ സൂചിപ്പിക്കുന്ന, സവിശേഷമായ ഒരു എഴുത്ത് സമീപനത്തെ സൂചിപ്പിക്കുന്ന ഒരാളായിരുന്നു കോവിലൻ. ആ എഴുത്ത് വിശേഷണവും ശൈലിയും വളരെ ഗൗരവമായി മലയാള നോവൽ ചരിത്രത്തിൽ പടർന്നു പിടിച്ചിട്ടില്ല. കോവിലനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മലയാളി പെരുത്ത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും വളരെ കുറച്ച് മാത്രമാണ് BKനെ കുറിച്ച് പഠനങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ കോവിലൻ നമ്മെ ബാധിക്കുന്നത്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, വേറൊരു നിലയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നാം അറിയാത്ത ഏതെല്ലാമോ രീതികളിലൂടെ, താളത്തിൻ്റെ, ഭാഷയുടെ, പുരാവൃത്തത്തിൻ്റെ, നമുക്ക് ബോധമനസ്സാൽ തന്നെ കയ്യിൽ ഒതുക്കാൻ കഴിയാത്ത ഏതോ ഒരു നിലയ്ക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മറ്റേതോ സംവേദനത്തിൻ്റെ ശീലുകൾ കോവിലിൻ്റെ ഭാഷയിലും കൃതികളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാള നോവലിന്റെ ചരിത്രം കുറിച്ച മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ തുടങ്ങിയ ആദ്യകാല നോവലുകളും CVയുടെ കൃതികളും എന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം മലയാള നോവലിനുണ്ടെന്നും ഓരോ കാലഘട്ടത്തിലും അത് പുതുമകളോടെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും ഡോക്ടർ MV നാരായണൻ കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ക്യാപ്റ്റൻ രാജേഷ് മാധവൻ അധ്യക്ഷനായി. കോവിലൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ R സുരേഷ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, കോവിലൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി MJ പൗർണിമ, കോളേജ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ AM റീന, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ E ശ്രീലത, കോവിലൻ ട്രസ്റ്റ് കൺവീനർ AD ആൻഡു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോവിലന്റെ രചനാലോകത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കും വിധം ICT സാങ്കേതിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ നാടകപ്രവർത്തകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടൽ വരച്ച കോവിലന്റെ ഛായാചിത്രങ്ങളും ജീവിതരേഖകളും പ്രശസ്തി പത്രങ്ങളും കൃതികളുടെ കവർ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാപുരസ്കാരം സെക്കൻഡ് വാട്സപ്പ് എന്ന ചെറുകഥയ്ക്ക് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല MA മലയാളം വിദ്യാർത്ഥി EA മുഹമ്മദ് സ്വാലി ചടങ്ങിൽ ഏറ്റുവാങ്ങി. 3333 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തട്ടക പെരുമ വിളിച്ചോതുന്ന ഛായാചിത്രങ്ങൾ ഒരുക്കിയ ചിത്രകാരൻ സുനിൽ ചൂണ്ടലിനെയും ട്രസ്റ്റ് കൺവീനർ AD ആൻഡു മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. കാവീട് ഗ്രാമം അവതരിപ്പിച്ച തട്ടകം 1-ാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണത്തോടെയാണ് ചടങ്ങിന് തുടക്കമായത്. കുട്ടികളെ സഹായിച്ചില്ലേ? എന്നാ പോലെ നമ്മെ
ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പണമായി പഴകിയതും ഉപയോഗശൂന്യവുമായ അവിൽ സമർപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് ദേവസ്വം. ഗുണമേന്മ കുറഞ്ഞതും പഴകിയതുമായ അവിൽ സമർപ്പിക്കുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം നിർദ്ദേശം. ദിനംപ്രതി ചാക്കുകണക്കിന് അവിലാണ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. തുണിയിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കിയാണ് ഭക്തർ വഴിപാടായി അവിൽ സമർപ്പിക്കുന്നത്. ഇവയിലേറെയും പഴകി, പൂപ്പൽ ബാധിച്ചതും ഗുണനിലവാരം കുറഞ്ഞതുമാണ്. ഉൽപ്പാദിപ്പിച്ച തീയതിയോ ഉപയോഗിക്കാവുന്ന കാലാവധിയോ രേഖപ്പെടുത്തിയിട്ടില്ല. സ്ഥാപനത്തിന്റെ പേരോ വിലാസമോ കവറിലുണ്ടാകില്ല. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കാതെ വിൽക്കുന്ന അവിലുകൾ വാങ്ങി സമർപ്പിക്കുന്നത് ഭക്തർ ഒഴിവാക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ക്വിന്റൽ കണക്കിന് അവിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ദേവസ്വത്തിന് അധിക ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ളതും ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ പാലിച്ച് വിതരണത്തിനെത്തിക്കുന്നതുമായ അവിൽ സമർപ്പിക്കാൻ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദേവസ്വം അഭ്യർത്ഥിച്ചു. ഗുണമേന്മയുള്ള അവിൽ സമർപ്പണത്തിന് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ അറിയിച്ചു. ചാവക്കാട് ചേറ്റുവ ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് UDF ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഹൈവേ ഉപരോധ സമരം സംഘടിപ്പിച്ചു. കുറുപ്പത്ത് പള്ളിക്ക് സമീപം നടന്ന ഉപരോധ സമരം UDF കൺവീനർ KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. K ആഷിദ, നസീർ മൂപ്പിൽ, ബാങ്ക് പ്രസിഡന്റ് ലീന സജീവൻ, നഷ്ര മുഹമ്മദ്, ബാങ്ക് ഡയറക്ടർ നൂർജഹാൻ, ബാങ്ക് ഡയറക്ടർ നൌഷാദ്, റഷീദ് കാരയിൽ, ശ്യാം സുന്ദർ എന്നിവർ സംസാരിച്ചു. ലീഗ് ഒരുമനിയൂർ പഞ്ചായത്ത് സെക്രട്ടറി RS ഷക്കീർ സ്വാഗതവും PP നിഷാദ് നന്ദിയും പറഞ്ഞു. ഇതുവരെയായിട്ടും ഇവിടെ 20 കൊല്ലം LDFന്റെ MLA ഉണ്ട്. അതുപോലെ 10 കൊല്ലമായിട്ട് ഇവിടെ പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത്, LDFന്റെ മന്ത്രിസഭ. ഇതുവരെ ഈ റോഡ് മഴയായാൽ ചെളിക്കൊണ്ട്, മഴ മാറിക്കഴിഞ്ഞാൽ പൊടിപ്പടലങ്ങൾ, ഇവിടെ വീട്ടിൽ ഭാഗത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടുത്തെ ഒരു MP ഉണ്ട്, സുരേഷ് ഗോപിയുടെ ഇവിടെ കാണാനും പോലുമില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ കേന്ദ്രവും കേരളവുമായി ഈ നാട്ടിലത്തെ ആൾക്കാരെ ദ്രോഹിക്കുന്ന ഒരു മനുഷ്യന് നടന്നു പോകാൻ പോലും സഞ്ചാരയോഗ്യമാക്കാത്ത ഒരു ഗവൺമെന്റാണ് ഇവിടുത്തെ LDF ഗവൺമെന്റും. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ വയൽ ശുദ്ധമായാൽ വയർ ശുദ്ധമാകുമെന്ന സന്ദേശത്തോടെ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ തുടങ്ങി. കേരള കാർഷിക സർവകലാശാല വിദ്യാർത്ഥികൾ, വിവേകാനന്ദ കോളേജ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. വിവേചനരഹിതമായ വളപ്രയോഗങ്ങൾ, കീടനാശിനി പ്രയോഗങ്ങൾ, മണ്ണിനും മനുഷ്യർക്കും വരുത്തുന്ന ദോഷവശങ്ങൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ബോധവൽക്കരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യത്തിന് മാത്രം വളപ്രയോഗം നടത്തുക, യൂണിവേഴ്സിറ്റിയുടെയും കൃഷിവകുപ്പിന്റെയും നിർദ്ദേശക്രമം അനുസരിച്ച് മാത്രം കീടനാശിനികൾ ഉപയോഗിക്കുക, കൃത്യമായ ഡോസേജ് പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ സംഘം നൽകി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൃഷിഭവനുകളോ ഉദ്യോഗസ്ഥരോ അറിയാതെ നിരോധിത കീടനാശിനികളും മറ്റും വിലക്കുറവിൽ വാങ്ങി ഉപയോഗിക്കുന്നത് മൂലം പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുവെന്ന് ഇവർ പറഞ്ഞു. കർഷകർ സ്വയം നിയന്ത്രണം നടത്തണമെന്നും അതിനുള്ള അറിവുകൾ പാടശേഖരങ്ങൾ വഴി കർഷകർക്ക് പകർന്നു നൽകണമെന്നും കുന്നംകുളം കൃഷിഭവൻ ഓഫീസർ S ജയൻ പറഞ്ഞു. മണ്ണുത്തി കാർഷിക സർവകലാശാല അവസാന വർഷ UG വിദ്യാർത്ഥി നെഹ്ല ഫാത്തിമ പുതിയ രോഗകീടങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി ജോസ്, കക്കാട് പാടശേഖര സമിതി സെക്രട്ടറി വിനയ ചന്ദ്രൻ, വേലായുധൻ മാസ്റ്റർ, കർഷകരായ അർജുനൻ, ഒടാട്ട് രവി, വിവേകാനന്ദ കോളേജ് NSS വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാ കർഷകർക്കും ലീഫ്ലെറ്റ്സും കാർഷിക കലണ്ടർ തയ്യാറാക്കാനുള്ള ചാർട്ടും നൽകി. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോറം ആനുവൽ കൾച്ചറൽ മീറ്റ് തരംഗ് 2025 ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിൽ തുടക്കമായി. നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോറം മുൻ പ്രസിഡന്റ് സിസ്റ്റർ കാതറിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൂബിലി ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോയ്സൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു മുഖ്യാതിഥിയായി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ പോൾ, നെഫ് പ്രസിഡന്റ് VJ ലിനറ്റ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 14 നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൾച്ചറൽ മീറ്റിൽ പങ്കെടുത്തത്. നഴ്സിംഗ് സ്കൂളിലും ഓഡിറ്റോറിയത്തിലുമായി സജ്ജീകരിച്ച വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംബന്ധിക്കും.
സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ 2025-2026 വർഷത്തെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട്, മുല്ലശ്ശേരി, വലപ്പാട് എന്നീ 5 ഉപജില്ലകളിലെ USS സ്കോളർഷിപ്പിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ സമഗ്രവും സർഗാത്മകവുമായ വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഷീബ ചാക്കോ, A മൊയ്തീൻ, മോഡൽ ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക PT ലില്ലി, കുന്നംകുളം ഭദ്രവിദ്യാലയം പ്രധാനാധ്യാപിക K കൗസിയ, GHSS എളവള്ളി പ്രധാനാധ്യാപിക NK സുധ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകരായ VJ വിനോയ്, PB ഉണ്ണികൃഷ്ണൻ, AS ദീപ്തി, PV സവിത, MK ദിവ്യ, UP ബീനമോൾ എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിന് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ AV പ്രശോഭ് സ്വാഗതവും ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ HM ഫോറം കൺവീനർ MK സൈമൺ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം മുൻ ഗിഫ്റ്റഡ് വിദ്യാർത്ഥികളുടെ അനുഭവം പങ്കുവയ്ക്കലും കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AS സ്മിജിഷയുടെ നേതൃത്വത്തിൽ പേവിഷബാധ എന്ന വിഷയത്തിൽ ക്ലാസുമുണ്ടായിരുന്നു. CBSE +2 പരീക്ഷയിൽ കൊമേഴ്സിൽ ദേശീയ തലത്തിൽ 2ാം റാങ്ക് നേടിയ ഷെസ അബ്ദുൾ റസാഖിനെ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഗുരുവാർ നിയോജക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. തൃശൂർ DCC മുൻ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി പൊന്നാടിയും ഉപഹാരവും നൽകി ആദരിച്ചു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, അബൂബക്കർ കുന്നങ്കാട്ടയിൽ, മൂസ ആലത്തയിൽ, ടിപ്പു ആറ്റുപുറം, ധർമ്മൻ, അജയ്കുമാർ, വൈലേരി, ഹസൻ വടക്കേക്കാട്, ഷംസു അമീൻ, ആലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. അണ്ടത്തോട് ചെറായി മഞ്ഞളിങ്ങൽ വീട്ടിൽ അബ്ദുൾ റസാഖ് റസ്ന ദമ്പതികളുടെ മകളായ ഷെസ 500-ൽ 498 മാർക്ക് സ്വന്തമാക്കിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലീഫ് അറബിക് ടെസ്റ്റ് സംഘടിപ്പിച്ചു. കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അലീഫ് അറബിക് ടെസ്റ്റിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരിച്ചു. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത അലീഫ് അറബിക് ടെസ്റ്റ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PI സാദിഖ് അധ്യക്ഷനായി. സ്കൂൾ കറസ്പോണ്ടന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി, പ്രധാനാധ്യാപിക സുമി റോസ്, അറബിക് അധ്യാപകരായ ഉമർ ഫായിസ്, നസീം, അബ്ദുൾ ഹക്കീം, ഷഫീഖ് മണലി, റഷീദ, സുബൈദ, ഖദീജ എന്നിവർ സംസാരിച്ചു. മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. ബാക്ക് ബെഞ്ചേഴ്സ് ഇവിടെ അവസാനിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അർദ്ധവൃത്താകൃതിയിലിരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതി വരുന്നു. എരുമപ്പെട്ടി മങ്ങാട് RCC LP സ്കൂളിലാണ് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ രീതി നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന മലയാള സിനിമയിലൂടെയാണ് ഇത്തരത്തിലൊരു ആശയം ഉടലെടുത്തത്. ഇതിനു പിന്നാലെയാണ് കേരളത്തിലെ ചില സ്കൂളുകളിൽ ഇരിപ്പിട ക്രമീകരണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. പുതിയ രീതി വരുന്നതോടെ മുന്നിലെ ബെഞ്ചുകാർ പിന്നിലെ ബെഞ്ചുകാർ എന്ന ചിന്തയും ഇല്ലാതാകുമെന്ന് അധ്യാപകർ പറയുന്നു. മങ്ങാട് RCC LP സ്കൂളിൽ ഈ മാതൃക പരീക്ഷണാർത്ഥമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പരിശീലന പരിപാടികളിൽ ഈ ആശയം ചർച്ച ചെയ്തിട്ടുണ്ട്. സിനിമ ഇറങ്ങിയപ്പോൾ പ്രചോദനമാകുകയും ചെയ്തു. ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന ലഭിക്കുന്നു എന്ന പ്രത്യേകത കൂടി സംവിധാനത്തിലുണ്ട്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ക്രമീകരണം നടത്തി 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലാണ് പുതിയ രീതി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് പ്രധാനാധ്യാപിക CR ലിജി പറഞ്ഞു. കുട്ടികളെ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്കും തുല്യ അവസരം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാവരെയും മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടികളെ ഷേപ്പിൽ ക്ലാസ് റൂമുകളിൽ അവരെ ഇരുത്താനായിട്ട് ശ്രമിച്ചത്. ജൂൺ മാസം തൊട്ട് ഇപ്പോൾ 1 മാസത്തിലേറെയായി കുട്ടികൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അത് വളരെ നല്ലൊരു മാറ്റമാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ കുട്ടികൾക്കും ടീച്ചറുടെ അടുത്ത് തുല്യ അവസരമാണ്. ആരും പിന്നോക്കക്കാരില്ല. എല്ലാ കുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിക്കാൻ ടീച്ചർമാർക്കും കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യവും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും ഇതുവഴിക്ക് സാധിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. മങ്ങാട് RCC LP സ്കൂളിന് പുറമെ സംസ്ഥാനത്തെ 4 സ്കൂളുകളിലും ആശയം നടപ്പിലാക്കിയിട്ടുണ്ട്. ക്ലാസ് മുറികൾ കൂടുതൽ വിശാലവും സൗഹൃദപരവുമായി അനുഭവപ്പെടുന്നത് മൂലം കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസം ലഭിക്കുന്നുവെന്ന് അധ്യാപകർ വിലയിരുത്തുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നേതൃത്വത്തിൽ ചാവക്കാട് സംഘടിപ്പിച്ച മത്സ്യ കർഷക ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു.
മികച്ച മത്സ്യ കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട സൈറ അഷ്റഫ്, താഹിറ നടുവിൽപ്പാട്ട്, സുജിത മനോജ്, മികച്ച അക്വാകൾച്ചർ പ്രൊമോട്ടറായി സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ച CK ഗീതമോൾ എന്നിവരെ ആദരിച്ചു. കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R. നായർ സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ നിഷ അനൂപ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വടക്കേക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭ, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ എന്നിവർ ദിനാചരണ സന്ദേശവും ദിനാചരണത്തിന്റെ പ്രാധാന്യവും കുട്ടികൾക്ക് പകർന്നു നൽകി. PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് പുഷ്പാഞ്ജലി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അജിത സ്വാഗതവും അധ്യാപകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. സുജിത്ത്, MLSP സുരഭി എന്നിവരുടെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് ചാവക്കാട് ഉപജില്ലയിൽ തുടക്കമായി. മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സംഘടന തൃശൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് MK സലാഹുദ്ദീൻ MRRM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷിജില ടീച്ചറെ അംഗമായി ചേർത്തുകൊണ്ട് നിർവഹിച്ചു. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് സ്കൂളിൽ ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച തിരുവത്ര കുമാർ UP സ്കൂളിൽ നടക്കുന്ന അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനവും വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20-ാം തീയതി നടക്കുന്ന അറബിക് ടാലന്റ് പരീക്ഷയുടെ തൃശൂർ ജില്ലാതല മത്സരങ്ങളിലും തുടർന്ന് നടക്കുന്ന KATF ചാവക്കാട് ഉപജില്ലാ സമ്മേളനത്തിലും പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കും. മണത്തല GHSൽ നടക്കുന്ന തൃശൂർ ജില്ലാതല അലിഫ് സമാപന സമ്മേളനം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തും. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സമ്മാനദാനം നിർവഹിക്കും. AV കാമിൽ, MK നിയാസ്, NM അബ്സത്ത്, A മുഹമ്മദ് ഹാരിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് സെന്റ് വിൻസെന്റ് ഡി പോൾ ചാരിറ്റബിൾ സൊസൈറ്റി ഡയാലിസിസ് മെഷീൻ സൗജന്യമായി നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ ഡയാലിസിസ് മെഷീൻ ആശീർവദിച്ചു. പാലയൂർ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് റീന ജെയിംസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് JJ ജോസ് മഞ്ഞളി സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം, ഡോക്ടർ ബാബു മാത്യു, അഡ്മിനിസ്ട്രേറ്റർ CS ഡിക്സൺ എന്നിവർ സംസാരിച്ചു. സമൂഹത്തെയും തൊഴിലാളികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം കേരള സർക്കാർ നടപ്പിലാക്കുന്നത് ഓരോ കുടുംബങ്ങളും കരുതിയിരിക്കണമെന്ന് BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സരിത തിരുവെങ്കടം പറഞ്ഞു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ യൂണിറ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് MV വിജീഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയും ദീർഘകാലം ഓട്ടോറിക്ഷ മേഖലയിൽ സേവനമനുഷ്ഠിച്ച P രവീന്ദ്രൻ, മോഹനൻ എന്നിവരെയും ആദരിച്ചു. BMS മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, സെക്രട്ടറി PK അറുമുഖൻ, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ട്രഷറർ സൂരജ് കോട്ടപ്പടി, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജ്യോതി രവീന്ദ്രൻ, സുഭാഷ് മണ്ണാറത്ത്, KT മുഹമ്മദ് യൂനസ്, E രാജൻ, സന്തോഷ് വെള്ളർക്കാട്, KB മധുസൂദനൻ, അനിൽ വെട്ടിയാറ എന്നിവർ സംസാരിച്ചു. പെരുമ്പള അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ പ്രമേഹ രോഗ ബോധവൽക്കരണ സെമിനാർ നടത്തി. പ്രമേഹ രോഗ വിദഗ്ധനും കുന്നംകുളം IMA പ്രസിഡന്റുമായ ഡോക്ടർ ഷമീർ C സുലൈമാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചസാരയുടെ അമിത ഉപയോഗം ആരോഗ്യത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ, പ്രമേഹം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. മധുരപലഹാരങ്ങളിലെ പഞ്ചസാരയുടെ അളവ് ചിത്രീകരിക്കുന്ന പ്രദർശനവും ലഘുലേഖകളുടെ വിതരണവും ഉണ്ടായി. സീനിയർ സെക്കൻഡറി വിഭാഗം ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ S സുപ്രഭ, നാദിൻ അൽമാസ്, അജാസ് കരീം എന്നിവർ സംസാരിച്ചു. ഡിജിറ്റലായി പുന്നൂർക്കുളം GMLP സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. കടലാസ് പത്രികകളും വോട്ടിംഗ് സംവിധാനവും സമ്പൂർണ്ണമായി മാറിയതായിരുന്നു ഇക്കുറി പുതുമയായി മാറിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് ഇക്കുറി ഇവിടെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് മെഷീന്റെ മൊബൈൽ ആപ്പാണ് ഇതിനായി ഉപയോഗിച്ചത്. സാധാരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന വിധമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നത്. നാമനിർദ്ദേശം സമർപ്പണവും പിൻവലിക്കലും പ്രചാരണവും സ്ഥാനാർത്ഥികൾ പരിചയപ്പെടുത്തുന്ന മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയും വോട്ടെടുപ്പും ആവേശകരമായി. വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ കുട്ടികൾ തങ്ങളുടെ നേതാക്കന്മാരെ കണ്ടെത്തി. ഫലപ്രഖ്യാപന നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തിയ ശേഷം ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു.
സ്കൂൾ ലീഡറായി റിസ ഖദീജ, ഡെപ്യൂട്ടിയായി ഐഷ നസ്ല, ക്യാപ്റ്റനായി അയാഷ് കമർ, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി MN ആയിഷ എന്നിവരെ തെരഞ്ഞെടുത്തു. PV ആതിര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. ടോമിയസ് തലക്കോട്ടൂർ, പ്രജീഷ കെ ബൽക്കീസ്, PK സുനീറ എന്നിവർ നേതൃത്വം നൽകി. പൗലോസ് ദിദികൻ കാത്തോലിക്ക ബാവയുടെ 4ാം ഓർമ്മ പെരുന്നാൾ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗൾഫ് മേഖലയിൽ UAE-യിലെ ഗ്രിഗോറിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫുജേറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ച വിളമ്പലും തീർത്ഥാടന സംഗമവും അനുസ്മരണ സമ്മേളനവും നടക്കും. തായ്വാനിലെ ശിവാനന്ദ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 15 വർഷമായി പരിശീലകയായ കാർണാജെറിയും കുടുംബവും ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് സന്ദർശിച്ചു. കോളേജിലെ IKS സെന്റർ സംസ്കൃതിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. NCC കേഡറ്റുകളും NSS വളണ്ടിയർമാരും യോഗ ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. തായ്വാനിലെ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും അവർ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ഡോക്ടർ K. രഞ്ജുനി, അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് TJ മിനി എന്നിവർ സംസാരിച്ചു. IKS കോർഡിനേറ്റർ ഡോക്ടർ PJ ജസ്റ്റിൻ സ്വാഗതവും NCC കേഡറ്റ് സ്നിഗ്ധ സുനീത് നന്ദിയും പറഞ്ഞു. അഞ്ഞൂർ ശ്രീ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തിന്റെ ഭാഗമായി ജൂലൈ 20 ഞായറാഴ്ച മൂലസ്ഥാനത്ത് വെച്ച് ഗണപതി ഹോമം, ത്രികാല പൂജ, ഭഗവത് സേവ എന്നിവ നടക്കും. ക്ഷേത്ര മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, ഓലാട്ട് ജാതദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. തൃശൂരിൽ PM ഫൗണ്ടേഷൻ മാധ്യമത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ടാലന്റ് സെർച്ച് പരീക്ഷ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. അടിസ്ഥാന ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, പൊതുവിജ്ഞാനം, ജനറൽ ഇന്റലിജൻസ് തുടങ്ങിയ വിഷയങ്ങളുള്ള 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. പരീക്ഷയിൽ നിശ്ചിത മാർക്ക് നേടുന്നവർക്ക് ക്യാഷ് അവാർഡും സാക്ഷ്യപത്രവും നൽകും. ഇതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്യാമ്പും പിന്നീട് ഇന്റർവ്യൂവും ഉണ്ടാകും. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 വിദ്യാർത്ഥികൾക്ക് 1.25 ലക്ഷം രൂപയുടെ ഫൗണ്ടേഷൻ ഫെലോഷിപ്പും സമ്മാനിക്കും. പരീക്ഷാ നടപടികൾക്ക് അൻസാർ സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ, ജൂനിയർ പ്രിൻസിപ്പൽ MM ഷബിദ, മാധ്യമം CDO അബ്ദുൾ റസാഖ്, മാധ്യമം ഏരിയ കോർഡിനേറ്റർ MA കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. 10ാം ക്ലാസ്സിൽ അതേത് സിലബസുമാവട്ടെ, SSLC, CBSE or ICSE ഏത് സിലബസുമാവട്ടെ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കായി നടത്തുന്ന PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എക്സാമാണ് ഇന്ന് അൻസാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സെന്ററുകളിൽ നിന്നായി 570-ലധികം കുട്ടികൾ ഇന്നിവിടെ എക്സാം എഴുതാൻ എത്തുന്നുണ്ട്. 20ഓളം അധ്യാപകരും അന്ന് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് നമ്മോടൊപ്പമുണ്ട്. നല്ല വിജയം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുകയും അതോടൊപ്പം ഉപരിപഠനത്തിനുള്ള സ്കോളർഷിപ്പായിട്ട് 5 ലക്ഷം രൂപ വരെ സമ്മാനം നേടാവുന്ന ഒരു എക്സാമാണിത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,100 രൂപ, സ്വർണം പവന് 72,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചർമ്മം കേച്ചേരി ചെറന്നല്ലൂർ വാഴപ്പള്ളി പരേതനായ പീറ്ററിന്റെ ഭാര്യ റീത്ത നിര്യാതയായി. 84 വയസ്സായിരുന്നു. കേച്ചേരി ജ്ഞാനപ്രകാശൻ UP സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപികയാണ് പരേത. സംസ്കാരം പാർണൂർ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഫെൻസൻ, ഫെബ്സൻ, ഫെല്ലർ എന്നിവർ മക്കളാണ്. കുന്നുകുളം കാണിയാമ്പാൽ കാരക്കാട്ട് വാസു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കമലഭാര്യയും രാജേഷ്, മഹേഷ്, സുരേഷ്, സുമിഷ എന്നിവർ മക്കളുമാണ്. ഇയാൾ കുന്നത്ത് പരേതനായ രാമന്റെ മകൻ സുനിൽ കുമാർ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. പരേതയായ ധനലക്ഷ്മിയാണ് ഭാര്യ. ജിഷ്ണു ഏകമകനാണ്. തയ്യൂർ പരേതയായ അമ്പക്കാട്ട് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ഭർത്താവ് അമ്മാത്ത് കൃഷ്ണൻകുട്ടി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ദീപ, ദിലീപ് കുമാർ, ദിനേശ് കുമാർ എന്നിവർ മക്കളാണ്. പേരകം ചെമ്മണ്ണൂർ പരേതനായ തോമസ് മാസ്റ്ററുടെ ഭാര്യ ആലീസ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പേരകം സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. അഡ്വക്കേറ്റ് ജെയ്സൺ, ജെയ്സി, മേരി, ജീമ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ബോധമനസ്സാൽ തന്നെ കയ്യിൽ ഒതുക്കുവാനും നിയന്ത്രിക്കാനും കഴിയാത്ത മറ്റേതോ സംവേദനത്തിന്റെ ഭാഷയാണ് കോവിലന്റെ കൃതികളിലുള്ളതെന്ന് ഡോക്ടർ MV നാരായണൻ അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാള വിഭാഗം സജ്ജമാക്കിയ കോവിലൻ സ്മാരക സെമിനാർ ഹാൾ ഡോക്ടർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പണമായി പഴകിയതും ഉപയോഗശൂന്യവുമായ അവിൽ സമർപ്പിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് ദേവസ്വം. ഗുണമേന്മ കുറഞ്ഞതും പഴകിയതുമായ അവിൽ സമർപ്പിക്കുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ബാക്ക് ബെഞ്ചേഴ്സ് രീതി സമാപിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അർദ്ധവൃത്താകൃതിയിലിരുത്തി പഠിപ്പിക്കുന്ന പുതിയ രീതി വരുന്നു. എരുവപ്പടി മങ്ങാട് RCC LP സ്കൂളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയ രീതി നടപ്പിലാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. 7:00 നിങ്ങളുടെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം.